And welcome to the new video. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എന്താ ഫ്രീക്വൻസി സാമ്പിളിംഗ് മെത്തേഡ് ടൈപ്പ് 1 ഡിസൈൻ ആണ് പറഞ്ഞത്. ഇതിൽ ടൈപ്പ് 2 ഡിസൈൻ ആണ് പറയുന്നത്. പെട്ടെന്ന് പറഞ്ഞു പോകാം നമുക്ക്. ഹിയർ ദ ഫ്രീക്വൻസി സാമ്പിൾസ് ആർ ഒബ്റ്റൈൻഡ് ബൈ യൂസിങ് ദ റിലേഷൻ h of k equal to hd of omega for omega equal to 2 pi by n into k plus 1 by 2. 2 pi by n into k ആയിരുന്നു ടൈപ്പ് 1 എങ്കിൽ ഇവിടെ k plus 1 by 2 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. k equal to 0 to n minus 1. ഓക്കെ, ഇപ്പോൾ ഈ കേസിലത്തെ നമ്മളുടെ ഫ്രീക്വൻസി സാമ്പിളിൻ്റെ സ്പേസിംഗ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇത് n ഈക്വൽ ടു E1ൻ്റെ കേസിൽ, n ഈക്വൽ ടു ഓഡിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് പറയാം ഒമേഗ ഈക്വൽ ടു പൈ ബൈ എൻ ആണ്. ഒമേഗ ഈക്വൽ ടു പൈ ബൈ എന്നിൽ വേണമെങ്കിൽ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് മാറ്റി എഴുതാം. ഇപ്പം ഞാൻ നേരത്തെ ഇതെടുത്തിട്ട് ആണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഒമേഗ ഈക്വൽ ടു പൈ ബൈ എൻ ഈ ഒരു പോയിന്റിലേക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വെച്ചിട്ട് അങ്ങനെ എഴുതാം. അപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിന് പകരം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ എഴുതുന്നത് മാത്രം. ഓക്കെ, കാരണം നമ്മൾ പ്ലസ് എന്ത് വരുന്നുണ്ട്, കെ പ്ലസ് 1/2 വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി അവിടെ വരിക പൈ ബൈ എൻ ആണ് വരിക. അപ്പോൾ നമുക്ക് പൈ ബൈ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറെ ഒന്നുമില്ല, രണ്ടെണ്ണത്തിൻ്റെ ഇടയിലുള്ള സ്പേസിങ് അപ്പോൾ എന്തായിരിക്കും, പൈ ബൈ എന്താ ദ സ്പേസിങ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഈസ് 2 പൈ ബൈ എൻ അല്ലേ. സോ 2 പൈ ബൈ എൻ ആയിരിക്കും രണ്ടെണ്ണത്തിൻ്റെ സ്പേസിങ് എന്ന് പറയുന്നത്. സോ ഇത് n ഈക്വൽ ടു ഈ n E1ൻ്റെ കേസിലും n ഓഡിൻ്റെ കേസിലും ഉള്ള പ്ലോട്ടാണ്. ഓക്കെ, അതായത് നമ്മൾ സ്റ്റാർട്ടിങ് ഇവിടുന്നാണെന്നുള്ള രീതിയിൽ ഇവിടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതാണ് നമ്മൾ ശരിക്കും k ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. ഇപ്പോൾ 1 2 3 4 5 6 7 and 8 രീതിയിൽ. ഇപ്പോൾ ഇത് രണ്ടെണ്ണത്തിൻ്റെ ഇടയിലുള്ള സ്പേസ് 2 പൈ ബൈ എൻ ആണ്. കാരണം ഇത് പൈ ബൈ എൻ ആണ്. ഇപ്പോൾ ഇവരുടെ ഇടയിലുള്ളത് 2 പൈ ബൈ എൻ ആ രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലും ഈ കേസിൽ വരികയാണെങ്കിൽ ഇത് 0 1 2 3 4 5 6 7 ആ രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പൈ ബൈ എൻ ആയിരിക്കും. ഓക്കെ, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ഇതിൽ ഫിൽട്ടർ കോഎഫിഷ്യൻസ് നമുക്ക് എങ്ങനെ എഴുതാം, നേരത്തെ എഴുതിയായിരുന്ന പോലെ filter coefficients, the filter coefficients can be obtained. നമ്മൾ ബേസിക് റിലേഷൻ തന്നെയാണ്, obtained by using what h of n is equal to sigma k equal to 0 to n minus 1 h of k into e raised to j 2 pi nk divided by n IDFT യുടെ ഇക്വേഷൻ for k equal to 0 1 up to n minus 1 ഇനി വേണമെങ്കിൽ നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ഇതിൽ നമ്പർ 2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൽ നമുക്കറിയാം h of n റിയൽ ആവണമെങ്കിൽ എന്താ, നമ്മളത് അങ്ങനത്തെ രീതിയിലാണ് ദ condition for h of n to be real. അത് രണ്ട് കേസിൽ, ആദ്യം ഫോർ n ഓഡ്. ഓക്കെ, അപ്പോൾ n ഓഡ് ആവുന്ന കേസിൽ നമുക്ക് ആദ്യം പറയാം. സോ ഫോർ n ഓഡ് നമുക്ക് എന്താ കണ്ടീഷൻ, h of n minus k minus 1 should be equal to what, h star of k. മറ്റോടത്തെ h of n minus k ക്ക് പകരം ഇവിടെ h of n minus k minus 1 ഈക്വൽ ടു ഫോർ കണ്ടീഷൻ എന്താ, k ഈക്വൽ ടു 0 1 n minus 1 by 2 minus 1 ആൻഡ് ഇവിടുത്തെ കേസിൽ ഒരു അഡീഷണൽ ഇത് വരും, h of n minus 1 by 2 ഈക്വൽ ടു 0. ഇതാണ് ഇവിടെ നമ്മുടെ ഈ കേസിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ വരിക, ടൈപ്പ് 1ന് നിന്ന് ഡിഫറെൻ്റ് ആയിട്ട്. ഇത് ഓഡിൻ്റെ കേസിൽ and for E1 and for n E1 കേസിൽ നമുക്ക് വരിക h of
n മൈനസ് കെ മൈനസ് 1 ഈക്വൽ ടു h സ്റ്റാർ ഓഫ് k വരണം ഫോർ k ഈക്വൽ ടു 0 1 അപ് ടു എന്തുവരെ ആയിരിക്കും n/2 മൈനസ് 1. അത് വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ 4 എന്ന രീതിയിൽ പറയാം. ഓക്കെ, അപ്പോൾ അതേപോലെ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലാണ് ഫിൽട്ടർ കോഎഫിഷ്യൻസ് എടുക്കുന്നത്. സോ അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ when these conditions are satisfied, then filter coefficients for n odd are ഓഡിൻ്റെ കേസിൽ എന്താ വരിക എന്നുള്ളതാണ് എഴുതേണ്ടത് ആദ്യം. h of n is equal to 2/n, മറ്റോടത്തെ പോലെ എല്ലാവരും ഡിഫറൻസ് ഉണ്ട്. 2/n k equal to 0 to what n-3/2 n-3/2, കാരണം h of n-1/2 0 ആണ്. അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യം അവിടെ നമ്മൾ പറയുന്നില്ല. റിയൽ പാർട്ട് ഓഫ് h of k e raised to j എന്ത് വരും j 2k plus 1 pi n divided by n. 2 pi nk divided by n എന്നുള്ളതിന് പകരം 2k plus 1 pi n divided by n ആണ് ഇതിൻ്റെ കേസിൽ വരിക, ഓഡിൻ്റെ കേസിൽ വരിക. അതേപോലെ തന്നെ ഫോർ n even എന്തായിരിക്കും വ്യത്യാസം? h of n equal to ലിമിറ്റിൽ വ്യത്യാസം വരും 2/n സിഗ്മ k equal to 0 to n/2 മൈനസ് 1 വരും. ബാക്കി സെയിം തന്നെ h of k e raised to j 2k plus 1 pi n divided by n. ഓക്കെ, അതാണ് വരിക. അത് വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ 5 ആൻഡ് ഇക്വേഷൻ 6. അപ്പോൾ ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ട റിലേഷൻ. ഫൈനലി ഏറ്റവും അവസാനം നമ്മൾ ടൈപ്പ് 2 യൂസ് ചെയ്യേണ്ട റിലേഷൻ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടൈപ്പ് 2 റിലേഷൻ.